നമസ്കാരം. വില്ലേജ് ഇൻവെസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം. ബേസിക് ഓഫ് മ്യൂച്വൽ ഫണ്ട് എന്ന വീഡിയോ സീരീസ് ഇന്ന് നമ്മൾ ഒന്നിച്ച് പഠിക്കാൻ പോണത് എന്താണ് വാല്യൂ മ്യൂച്വൽ ഫണ്ട് എന്നതിനെക്കുറിച്ചാണ്. ഇതിനു മുമ്പ് ബേസിക് ഓഫ് മ്യൂച്വൽ ഫണ്ടിൽ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മൾട്ടി ക്യാപ്പ് എന്താണ്, ഫ്ലെക്സി ക്യാപ്പ് എന്താണ് ലാർജ് ക്യാപ്പ് എന്നതിനെക്കുറിച്ചെല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ലിങ്ക് ഞാൻ മുകളിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്താണ് വാല്യൂ മ്യൂച്വൽ ഫണ്ട്, എന്താണ് മറ്റുള്ള മ്യൂച്വൽ ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താ ഡിഫറൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗ്രോത്ത് ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ടുകൾ ഹൈ വാല്യൂഷനുള്ള നല്ല വാല്യൂഷനുള്ള കമ്പനി ആണെങ്കിൽ പോലും അവർ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ ഹോൾഡ് ചെയ്യും. അതിൽ ബൈ ചാൻസ് ഒരു മാർക്കറ്റ് ചെറിയൊരു കറക്ഷൻ വന്നാൽ തന്നെ ഭയങ്കരമായിട്ട് താഴ്ച പോകാൻ ചാൻസ്. പക്ഷെ വാല്യൂ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബൈ ചെയ്യുന്നത്, ഈ വാല്യൂ മ്യൂച്വൽ ഫണ്ടുകൾ ബൈ ചെയ്യുന്നത് ഏറ്റവും ഫെയർ വാല്യൂ നമ്മുടെ ബുക്ക് വാല്യൂ കൂടെ താഴെയുള്ള ഷെയറുകളും, അല്ലെങ്കിൽ പി ബൈ റേഷ്യോ പ്രൈസ് ടു ഏർണിംഗ് ഏറ്റവും കുറഞ്ഞുള്ളതും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളാണ് ഈ വാല്യൂ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും മറ്റുള്ള ഫണ്ടിനെ അപേക്ഷിച്ച്. ഇതെന്തെങ്കിലും ആ വാല്യൂ മാർക്കറ്റ് തിരിച്ചറിയുകയാണെങ്കിൽ ആ ഷെയർ നന്നായിട്ട് ഉയർച്ചയിൽ പോകാൻ ചാൻസ് കൂടുതലാണ്. ഈ വാല്യൂ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു 100 രൂപ വിലയുള്ള വാല്യുവേഷനുള്ള കമ്പനി ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ 80 രൂപയോ അല്ലെങ്കിൽ 50 രൂപ കൊടുത്ത് നമ്മൾ ബൈ ചെയ്യുള്ളൂ. അതേസമയം മാർക്കറ്റിൽ ഓവർ വാല്യുവേഷനായിട്ട് ചിലപ്പോൾ 100 രൂപ വാല്യുവേഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 150-200 രൂപയ്ക്ക് അത് ട്രേഡ് ചെയ്യുന്നുണ്ടാവും. അത് ഗ്രോത്ത് ഫണ്ടുകളൊക്കെ ആ റേഞ്ചുള്ള ഷെയറുകളും അവർ ബൈ ചെയ്തിട്ട് അത് ഹോൾഡ് ചെയ്യും. പക്ഷെ അതുകൊണ്ട് തന്നെ അതിൽ കറക്ഷൻ വരികയാണെങ്കിൽ ഈ ഫെയർ വാല്യൂ കാട്ടി താഴെ പോകാനടക്കം ഈ ഗ്രോത്ത് ഫണ്ടിൽ ചാൻസ് ഉണ്ട്. നമ്മൾ ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, വാല്യൂ ഫണ്ടുകൾ ഫോക്കസ് ചെയ്യുന്നത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ കമ്പനികളെ അനലൈസ് ചെയ്തിട്ട് അതിൽ പി ബൈ റേഷ്യോ കുറഞ്ഞതും എന്തെങ്കിലും ബുക്ക് വാല്യൂ കുറഞ്ഞതുമായ കമ്പനികളിൽ ഫൈൻഡ് ചെയ്തിട്ട് അതിൽ വാല്യൂ ഫണ്ടുകൾ ഫോക്കസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അത് ഇൻവെസ്റ്റ് ചെയ്ത മിക്ക ഫണ്ടുകളും കൂടുതൽ ലോങ് ടേമിലേക്ക് അത് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കും. അതിലൊരു പൊട്ടൻഷ്യലായിട്ട് അപ്രീസിയേഷൻ വരുന്നവരെ അത് ഹോൾഡ് ചെയ്യും. അങ്ങനെ ഫൈൻഡ് ചെയ്ത് കമ്പനികളിലാണ് വാല്യൂ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വാല്യൂ ഫണ്ട് ഉദാഹരണമാണ് HSBC വാല്യൂ ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത്. ഇത് 5 ഇയർ CAGR വരുന്നത് 27.32 ഇതിൻ്റെ NAV വരും 124.90. മിനിമം സിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് 500. റേറ്റിംഗ് വരുന്നത് 4 സ്റ്റാർ റേറ്റിംഗ് ആണ്. ഫണ്ട് സൈസ് 14,123 കോടി. ഇതിൻ്റെ ഹോൾഡിങ്സ് വരെ 75ഓളം കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് ഹോൾഡിംഗ് വരുന്ന ICICI ബാങ്ക് 4.16, NTPC 3.90, മൾട്ടി കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ച് 3.83, KEC ഇൻ്റർനാഷണൽ 2.82, ടെക് മഹേന്ദ്ര 2.70. മൊത്തം 75ഓളം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹ്യുണ്ടായി മോട്ടോഴ്സ് വരെ, NOCAL, സൊമാനി സെറാമിക് 0.70. ഹോൾഡിംഗ് അനലൈസ് ചെയ്യുക 99.3% ഇക്വിറ്റി ഹോൾഡിങ്സ് ഉണ്ട്. ക്യാഷ് ആയിട്ട് 0.7 ആണ്. ഈ ഫണ്ടിൻ്റെ വാല്യൂ ഫണ്ടിൻ്റെ പ്രത്യേകത മിനിമം 65% ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ട്, നിബന്ധനയാണ്. ഇക്വിറ്റി സെക്ടർ അലോക്കേഷൻ ഫിനാൻഷ്യലി 23.6, കൺസ്ട്രക്ഷൻ 12.3, ടെക്നോളജി 11.4, അതർ 10.8, കൺസ്യൂമർ സ്റ്റാപ്പിൾസ് 9.8, ക്യാപിറ്റൽ ഗുഡ്സ് 7.6, എനർജി 7, മെറ്റൽ ആൻഡ് മൈനിങ് 6.7, സർവീസ് സെക്ടർ 5.6, ഓട്ടോമൊബൈൽ 5.1. ഈ കമ്പനികൾ നമ്മൾ ഈ വാല്യൂ ഫണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ എല്ലാ കമ്പനിയും ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികൾ, മിക്ക കമ്പനികളും പി റേഷ്യോ കുറവായിരിക്കുമ്പോൾ, നമ്മൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ അതിൽ NTPC എടുക്കാൻ തന്നെ അതിൻ്റെ പി റേഷ്യോ വരുന്നത് 16.6. ഇൻഡസ്ട്രി പി വരുന്നത് 23.83. അപ്പോൾ ഇൻഡസ്ട്രി പിനെയും കാട്ടി കുറഞ്ഞ പി റേഷ്യോ ആണ് NTPC. അതുപോലെ തന്നെ വേറെ കമ്പനി നോക്കിക്കഴിഞ്ഞാലും, ഇപ്പോൾ താഴെ നോക്കാം, ഏതെങ്കിലും ഒരു കമ്പനി എടുത്തു, സെൻസർ
സെൻസർ ടെക്നോളജി അതിൻ്റെ പി ഇ നോക്കുകയാണെങ്കിൽ 28.16 ആണ്. പി ബൈ റേഷ്യോ 4.93. പി ഇ നോക്കുകയാണെങ്കിൽ 28.4. ഇൻഡസ്ട്രി പി ഇ 34.93. ഇൻഡസ്ട്രി പി ഇ ആവറേജ് പിന്നെയും കാട്ടി കുറഞ്ഞ പി ആയിരിക്കും മിക്ക കമ്പനിയിലും. വാല്യൂ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പി ഇ ബേസ് ചെയ്തിട്ട് കുറഞ്ഞ പി ഇയിലായിരിക്കും, പി ഇ കമ്പനികളിലായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ജിൻഡാൽ സ്റ്റെയിൻലെസ്, മഹേന്ദ്ര പവർ, ജെ കെ പേപ്പർ ലിമിറ്റഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പി നോക്കുകയാണെങ്കിൽ 10.8 ഉള്ളൂ. പക്ഷേ ഇൻഡസ്ട്രി പി നോക്കി 26.6. അപ്പോൾ പി കുറഞ്ഞ കമ്പനികളെ നോക്കിയിട്ടാണ് വാല്യൂ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതാണ് വാല്യൂ ഫണ്ടുകളുടെ പ്രത്യേകത. സെക്ടർ വൈസ് അലോക്കേഷൻ നോക്കി നമ്മൾ പിന്നെ അന്നേരം ആൽഫ നോക്കാം. ആൽഫ വന്നിട്ട് 9.64. ആവറേജ് നമ്മുടെ ഇത് ബെഞ്ച് മാർക്ക് വന്നിട്ട് നിഫ്റ്റി 500 അതിൻ്റെ ബെഞ്ച് മാർക്ക് വരിക. അതായത് ഇതിൽ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ലാർജ് ക്യാപ്പ് എല്ലാ ടൈപ്പ് കമ്പനികളിലും മിഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബെഞ്ച് മാർക്ക് നിഫ്റ്റി 500 ആണ്. ആൽഫ വന്ന് 9.64. 3 വർഷത്തെ ബേസ് ചെയ്യുമ്പോൾ ആൽഫ ബെഞ്ച് മാർക്കിനും കാട്ടി 9.64% കൂടുതലാണ്. ബീറ്റ 9.94. അഥവാ ബീറ്റ 1 താഴെയിരിക്കണം നല്ലതാണ്. ഷാർപ്പ് റേഷ്യോ കൂടിയിരിക്കണം നല്ലതാണ്. 1.35 സോർട്ടിനോ 2.26, അതും കൂടിയിരിക്കണം നല്ലതാണ്. ഫണ്ട് 5 ഇയർ റിട്ടേൺ വന്ന് 27.3%. കാറ്റഗറി ബേസ് ചെയ്യുമ്പോൾ 23.2% കൂടുതലാണ്. അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.78. ഇത് ഡയറക്റ്റ് പ്ലാനിലാണ് 0.78. സാധാരണ ഇതിൽ റെഗുലർ പ്ലാനിങ് 1% എക്സ്പെൻസ് റേഷ്യോ കൂടുതലായിരിക്കും. അപ്പോൾ 1.78 ആ റേഞ്ച് ആയിരിക്കും റെഗുലർ പ്ലാനിൽ വരിക. എക്സിറ്റ് ലോഡ് 1%. 1 വർഷത്തിനുള്ളിൽ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ ഫണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 1% എക്സിറ്റ് ലോഡായിട്ട് അടയ്ക്കേണ്ടി വരും. ടാക്സ് ചാർജ് വരുന്നതായിരിക്കും. ഫണ്ട് ഇപ്പോൾ നിലവിലത്തെ ഫണ്ട് മാനേജർ ഗൗതം ഭൂപാലാണ്. ഒക്ടോബർ 2023 തൊട്ട് മൂപ്പരാണ് ഇതിൽ നിലവിലത്തെ ഫണ്ട് മാനേജർ. എന്താണ് വാല്യൂ ഫണ്ട് എന്ന് നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. HSBC വാല്യൂ ഫണ്ട് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇതൊരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾക്ക് ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സെബി രജിസ്റ്റർ ചെയ്ത അനലിസ്റ്റിനെ കുറിച്ച് അവരുടെ റെക്കമെൻഡേഷനിലൂടെ മാത്രം, അഡ്വൈസിലൂടെ മാത്രം ബൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായി അനലൈസ് ചെയ്തിട്ട് ബൈ ചെയ്യുക. ഒരിക്കലും ഇത് റെക്കമെൻഡേഷനായി കണക്കാക്കരുത്. എന്താണ് വാല്യൂ മ്യൂച്വൽ ഫണ്ട് എന്ന് നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ആക്കാനും, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അവസാനമായി താങ്ക് യു ഫോർ വാച്ചിങ്.